തമിഴ്നാട്ടിൽ നിന്ന് ഒരല്പം കൗതുകകരമെന്ന് പറയുവാൻ സാധിക്കില്ല, ആശങ്കാജനകമായ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ലഹരി വിമുക്ത ദിനത്തിൻ്റെ ഭാഗമായി മാരത്തോൺ ഓടി, 3 കിലോമീറ്റർ മാരത്തോൺ ഓടി വിജയ് ജനങ്ങൾക്ക് മാതൃക കാട്ടുവാനുള്ള ഒരു ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ ആ ശ്രമങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസഭയിലെ മന്ത്രി, മാനവ വിഭവശേഷി മന്ത്രിയാണ്, ഡി ശരത് കുമാർ എന്നാണ് മന്ത്രിയുടെ പേര്. ഗില്ലി ശരത് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വിജയുടെ രസികർ മണ്ഡലത്തിൻ്റെ, അതായത് ഫാൻസ് അസോസിയേഷൻ്റെ നേതാവുമൊക്കെയായിരുന്നു ഈ ഡി ശരത് കുമാറും. ഇന്നലെ തമിഴ്നാട്ടിലാകെ അങ്ങോളം ഇങ്ങോളം നടന്ന ലഹരി വിമുക്ത ക്യാമ്പയിനിലും മാരത്തോണുകളിലും എല്ലാം പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായി പങ്കെടുത്ത ഈ ശരത് കുമാറിനെ, ഗില്ലി ശരത്തിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു IPL മത്സരത്തിൽ അദ്ദേഹം കുടുംബസമേതം പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയൊപ്പം പോകുന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് ആ വീഡിയോയിൽ അദ്ദേഹം ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ഒരു മൊബൈൽ ഫോണിൽ, ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ വലിപ്പമുള്ള മൊബൈൽ ഫോണിൽ അത് മടിയിൽ വെച്ച് അതിലൊരു വെളുത്ത പൊടി തൂകി അതിനെ ഒരു 500 രൂപ നോട്ട് കൊണ്ട് ഒരു മറച്ചു പിടിച്ച്, അതായത് കോരിയെടുക്കാനുള്ള മാർഗത്തിൽ മറച്ചു പിടിച്ച് ഈ പ്ലാസ്റ്റിക് ഡെബിറ്റ് കാർഡ് കൊണ്ട് അതിനെ തട്ടി പൊടിയാക്കുന്നു. കൃത്യമായിട്ട് പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാകും, സിനിമകളിലൊക്കെ ഈ കൊക്കൈൻ പോലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ ഒരു രീതിയാണ്. അതിനെ ആദ്യം തട്ടി പൊടിയാക്കി അതിനെ ഒന്ന് മുറിച്ച് ചെറിയ വരികളാക്കി ഒടുവിൽ ഈ 500 രൂപ നോട്ടിൽ കോരിയെടുത്ത്, 500 രൂപ നോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോട്ടൺ ഫൈബറാണത്, അതിലൊട്ടിപ്പിടിക്കില്ല. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഇതിനെ തട്ടിപ്പൊടിയാക്കുവാനാണ്. അത്തരത്തിലുള്ളൊരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. അതിനെ തുടർന്ന് ഈ ഗില്ലി ശരത്ത് അത് എന്താണ് ആ സംഭവമെന്ന് വിശദീകരിക്കുന്ന ഒരു 2 മിനിറ്റ് നീളമുള്ള വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് തീരെ വയ്യായിരുന്നു. ആ കുഞ്ഞിന് മരുന്ന് കൊടുക്കുവാനായിട്ട് മരുന്ന് പൊടിയാക്കി കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് എടുത്ത് തനിക്കെതിരെ അപവാദ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്, കുഞ്ഞിന് ഈ മരുന്ന് കൊടുക്കുന്നത് പൊടിച്ചേ നൽകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു. ഇതിലെല്ലാം ഒരു പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് സുഖമില്ലായിരുന്നു എന്നുള്ളതാണ്. ഭാര്യ പറയുന്നത് സ്ഥിരമായി മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സുഖമില്ലാത്ത കുഞ്ഞിനെയും എടുത്ത് IPL മാച്ചിന് പോകുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാര്യം തീരെ ചെറിയ കുട്ടിയാണ്, 1.5 വയസ്സേ ഉള്ളൂ കുഞ്ഞിന് ആ സമയത്തെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്.